വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. മാനന്തവാടിയിലാണ് ഇന്നത്തെ ആദ്യ പരിപാടി. റോഡ് ഷോ അല്പസമയം മുൻപ് ആരംഭിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ റോഡ് ഷോയിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്കാണ് ആദ്യം തത്സമയം. ഇവിടെ സുരക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. You have the long standing issue of the night ban and the long standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങളുടെ ആവശ്യമായ മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. Whatever progress was made in the medical college also, because of the pressure Rahul ji put on the government, we need to put more pressure and advance the work even faster. രാഹുൽ ജി ഗവൺമെന്റിന്റെ മേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായി മെഡിക്കൽ കോളേജിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ആശുപത്രി ആരോഗ്യ സംവിധാനത്തിൽ അതുമാത്രമല്ല ഇനിയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. So these are the issues that we need to tackle. At the same time, I really believe that if we strengthen tourism here and we do all we can to show the world what a beautiful place this is, then a lot of your livelihoods will be supplemented and you will have better employment possibilities. അത് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതുപോലെ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ജീവനോപാധികളെ നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. And with the beautiful crops that you grow and the spices you grow, I think food packaging units and a little bit of push on that sector and on the agricultural sector will really again help Wayanad to progress and advance. നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന മെച്ചപ്പെട്ട നാണ്യ വിളകളുണ്ട്. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഒരുപാട് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും നമുക്ക് ഒരുപാട് പുരോഗതി ഈ മേഖലയിൽ വയനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. So I think together we need to work. I need to spend much more time with you, come to your houses, meet you, understand properly from you what your issues are in depth, and then we need to work together to resolve them. We need to work together to build on tourism, on food processing, on farming, to be able to increase employment and provide a better future. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. എനിക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. നിങ്ങളോട് ഓരോരുത്തരോടും വന്ന് സംസാരിക്കണം. വിനോദസഞ്ചാര മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് ഈ മേഖലകളെ ശക്തിപ്പെടുത്തി വയനാട്ടിലെ തൊഴിലവസരങ്ങളും ജീവിതങ്ങളും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി എടുക്കണം. And I look forward to this journey with you. This is just the beginning. I look forward to meeting all of you, to coming to your homes. ജനതയുടെ പ്രശ്നങ്ങൾ എന്താ എന്നുള്ളത് മനസ്സിലാക്കി ഓരോ വോട്ടറുടെയും വീട്ടിലേക്ക് നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് താൻ ആലോചിക്കുന്നത്. വരുന്ന 5 വർഷം അതായിരിക്കും തൻ്റെ